ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗ്, അതായത് സോഫ്റ്റിൻ്റെ സഹായത്തോടെ ട്രേഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് മെയിൻ ചാർട്ടാണ്, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ ഏതെടുത്താലും മാർക്കറ്റ് റേറ്റ് ഏറ്റവും മേഖല ഡിസ്പ്ലേ വരിക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 55,240 ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ഈ വരുന്നതാണ് നമ്മുടെ സോഫ്റ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഈ ഗ്രീൻ വരുന്ന നമുക്ക് ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ, അതായത് ബൈ എന്ന് പറയുന്നത് നമ്മുടെ കോൾ സൈഡ് എൻട്രി കാണിക്കുന്നതും സെല്ല് വരുന്ന പുട്ട് സൈഡ് എൻട്രി എടുക്കാനുള്ള ഓപ്ഷനാണ്. അതായത് സോഫ്റ്റ് സിഗ്നൽസ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ട്രേഡ് മാത്രം നമ്മൾ മാനുവലി ചെയ്താൽ മതി. സിഗ്നൽസ് വരുമ്പോൾ അലേർട്ട് മെസ്സേജിനകത്ത് നമ്മുടെ എൻട്രി പോയിന്റ് എഴുതി കാണിക്കും. ഏറ്റവും മുകളിൽ എൻട്രി കാണിക്കുന്നുണ്ട് ബൈ അറ്റ് 54,732. അപ്പോൾ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോൾ സൈഡ് എൻട്രി എടുക്കുക. സോഫ്റ്റ് ഇവിടെ റേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിപ്പം ഇതാണിപ്പം ഇൻ ദ മണിയിലോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അത് ടോട്ടലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചുള്ള എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഇതുപോലെ ഓപ്ഷൻ ചാർട്ടുകൾ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ടെർമിൽ കാണിക്കുന്ന പോലെ ഓപ്ഷൻ്റെ സ്ട്രൈക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ട അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ വന്നു. ബൈ എന്ന് ഇതിവിടെ ഏറ്റവും മേളിൽ നോക്കിയാൽ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ സൈഡ് മാത്രം നോക്കുക. സെൽ എന്ന് പറയുമ്പോൾ പുട്ട് സൈഡ് മാത്രം നോക്കുക. അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അവിടെ പ്രൈസ് ഉണ്ടാകും. ഈ പ്രൈസ് അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് എടുക്കുക. അപ്പോൾ അത് ബാക്കി നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനിൽ 55,500 കോൾ ഓപ്ഷൻ. ഇപ്പോൾ നോക്കി ഇവിടെ ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് 656. ഇവിടെ നമുക്ക് അപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് സിഗ്നൽ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനിലോട്ട് കൊണ്ടുവരണം. ഓപ്ഷൻ്റെ ചാർട്ട് എടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ ബൈ എൻട്രി ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഗ്രീൻ കളറിൽ അപ്പ് ആരോണ് ബൈ സിഗ്നൽ. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൺഫേം ആയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. നമ്മൾ കൺഫർമേഷൻ എല്ലാം സോഫ്റ്റ് തന്നോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഇത് കൺഫേം എന്ന് പറയുന്നത് താഴത്ത് ഇതുപോലെ പ്രൈസ് എന്തായിരിക്കണം? ബൈ സോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്ത് ഒരു ബാർ കണ്ടോ? ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് വരണം. രണ്ടും ഓക്കെയാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിൽ നിങ്ങളിപ്പോൾ ഏത് ട്രേഡിംഗ് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് എടുത്താൽ മതി. 453 സോഫ്റ്റ് കാണിച്ചത് എൻട്രി പോയിന്റ്. അപ്പം നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് റേറ്റിൽ ചെറിയ അങ്ങോട്ടോ താഴോട്ടോ മേലോട്ടുള്ള റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഏറ്റവും താഴത്തോട്ട് വയ്ക്കുക 498, 534, 570. ഇങ്ങനെ 3 ഓപ്ഷൻ്റെ ചാർട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ എക്സിറ്റ് ലെവൽ കാണിച്ചത്. മിക്കവർക്കുള്ള കൺഫ്യൂഷനാണ് നമ്മൾ എക്സിറ്റ് എവിടെ ചെയ്യും. അപ്പോൾ എൻട്രി എക്സിറ്റ് ഒക്കെ വളരെ കൺഫ്യൂഷനുള്ള കാര്യമാണ്. അത് ടോട്ടലി നമ്മുടെ സോഫ്റ്റ് ഒഴിവാക്കി തരും. നമുക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസും ഉണ്ടാവും. ട്രെയിലിംഗ് ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് എൻട്രി വന്നു. കൺഫേം ആയതുകൊണ്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ട ഇവിടെ താഴത്തെ ബാറിൽ ചേഞ്ചസ് ഇല്ല. അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. കൺഫർമേഷൻ ബാർ ഗ്രീൻ, ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടിന്യൂസ് മാർക്കറ്റ് കയറും എന്ന് തന്നെ അർത്ഥം. ഈ ഒരു റെഡ് സ്റ്റാർ കണ്ട അത് റെസിസ്റ്റൻസ് ആണ്. താഴത്തെ ബ്ലൂ വരുന്ന സപ്പോർട്ടാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ക്ലാസ് ഒരു വട്ടം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സുകൾ. സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ 16 വർഷമായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഓഫീസ് ചേർത്തല തന്നെയാണ്. ഡയറക്റ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ നിഫ്റ്റിയുടെ കാണിച്ചു തരാം. ഇതാണ് നിഫ്റ്റിയിൽ നമുക്ക് ഇതുപോലെ ബൈ വന്നു. രാവിലത്തെ ബൈ ആണ്. അത് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ 24,500 ആദ്യം ഒരു ബൈ വന്ന് നമുക്ക് കൺഫേം അല്ലായിരുന്നു. പിന്നീട് വന്ന ബൈയിലാണ് മാർക്കറ്റ് കയറിയത്. 288 വന്ന ട്രേഡാണ്. ഇപ്പോൾ 3 ടാർഗറ്റ്, അതായത് 363 ലാർജ് ടാർഗറ്റ്. നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ് റിവ്യൂസുള്ള ട്രേഡിംഗ് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഷുവർ. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.